Today we discuss ideal structure in capital F of x. Okay, first we recall the definition of this f of x. This capital F of x is known as the polynomial ring. Okay, so generally we denote a polynomial ring by capital R of x, where R is a ring. The set of all polynomials in x over R is known as polynomial ring. Okay, അതായത് ഒരു പോളിനോമിയൽ റിംഗ് ആർ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ദ കളക്ഷൻ ഓഫ് ഓൾ പോളിനോമിയൽസ് ഇൻ എക്സ് ഓവർ ആർ. ഓക്കെ, ദാറ്റ് ഈസ് the collection of all polynomials like some f of x equal to some a0 plus a1x plus a2x square etc. plus an x raised to n such that the coefficient a0, a1, a2 etc. an belongs to R. അങ്ങനെയുള്ള അതായത് the collection of all polynomials in x such that ആ പോളിനോമിയൽസിൻ്റെ ഒക്കെ എന്ന് പറയുന്നത് കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ആറിലായിരിക്കും. അങ്ങനെയുള്ള പോളിനോമിയൽസിൻ്റെ കളക്ഷനെയാണ് നമ്മളൊരു പോളിനോമിയൽ റിംഗ് ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോളിനോമിയൽ റിംഗ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണ്, വെർ ദിസ് എഫ് ഡിനോട്ട് എഫ് ഫീൽഡ്. ഓക്കെ, ആൻഡ് we start this section ideal structure in capital F of x by a definition of a principal ideal. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഐഡിയൽ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, മാക്സിമൽ ഐഡിയൽ എന്താണെന്ന് പഠിച്ചു, പ്രൈം ഐഡിയൽ എന്താണെന്ന് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ഈസ് മീൻ ബൈ എ പ്രിൻസിപ്പൽ ഐഡിയൽ. ഓക്കെ, so let us look at the definition of a principal ideal. If R is a commutative ring with unity and A belongs to R, then the ideal set of all R is such that R belongs to R of all multiples of A is the principal ideal generated by A and is denoted by ideal A. Okay, അപ്പോൾ ഒരു ഐഡിയലിനെ നമുക്കൊരു പ്രിൻസിപ്പൽ ഐഡിയൽ എന്ന് പറയണമെങ്കിൽ ഫസ്റ്റ് വി നീഡ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി. നമ്മൾ എടുക്കുന്ന റിംഗ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആയിരിക്കണം. ആൻഡ് സപ്പോസ് എ ബിലോങ്സ് ടു ആർ, ആ റിംഗിലുള്ള ഒരു എലമെൻ്റാണ് എ എങ്കിൽ then the ideal set of all R is such that R belongs to R, അതായത് the set of all multiples of that particular A. നമ്മൾ ആ റിംഗിൽ നിന്നും സെലക്ട് ചെയ്ത ആ എലമെൻറ്റ് എയുടെ the collection of all multiples of this A is the principal ideal generated by A. ഓക്കെ, ഒരു എലമെൻറ്റിൻ്റെ ആ എലമെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പൽ ഐഡിയൽ എന്ന് പറഞ്ഞാൽ the collection of all multiples of that element A. ഓക്കെ, which is denoted by the ideal A. ഓക്കെ, ഒരു ഐഡിയലിന് പ്രിൻസിപ്പൽ ഐഡിയൽ ആണെന്ന് പറയണമെങ്കിൽ ആ ഐഡിയലിനെ നമുക്ക് ഒരു സിംഗിൾ എലമെൻറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ആൻഡ് ഒരു എലമെൻറ്റ് എ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ആണെങ്കിൽ ആ എ കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഐഡിയൽ എന്ന് പറയുന്നത് ദ കളക്ഷൻ ഓഫ് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് എ ആയിരിക്കും. ഓക്കെ, നൗ ആൻ ഐഡിയൽ ക്യാപിറ്റൽ എൻ ഓഫ് ആർ ഈസ് എ പ്രിൻസിപ്പൽ ഐഡിയൽ ഇഫ് എൻ ഈക്വൽ ടു ഐഡിയൽ എ ഫോർ സം എ ബിലോങ്സ് ടു ആർ. ഓക്കെ, ഇനി ഈ ആറിൻ്റെ ഒരു ഐഡിയൽ എന്നിന് ഒരു പ്രിൻസിപ്പൽ ഐഡിയൽ ആണെന്ന് പറയണമെങ്കിൽ, ഒരു റിംഗ് ആറിൻ്റെ ഒരു ഐഡിയലിന് പ്രിൻസിപ്പൽ ഐഡിയൽ ആണെന്ന് പറയണമെങ്കിൽ ഇഫ് എൻ ഈക്വൽ ടു ഐഡിയൽ എ, അതായത് ആ ഐഡിയലിനെ നമുക്കൊരു സിംഗിൾ എലമെൻറ്റ് എ കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഐഡിയലിനെ നമ്മളൊരു പ്രിൻസിപ്പൽ ഐഡിയൽ എന്ന് പറയണം. അതായത് ഒരു എന്നിൻ്റെ പ്രിൻസിപ്പൽ ഐഡിയൽ ആണെന്ന് പറയണമെങ്കിൽ ഈ എന്നിലെ എല്ലാ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാലും ഒരു സിംഗിൾ എലമെൻറ്റിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഓക്കെ, അതായത് ആ ഐഡിയലിലെ എല്ലാ എലമെൻറ്റ്സിനെയും നമുക്കൊരു സിംഗിൾ എലമെൻറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ആ ഐഡിയലിനെ ഒരു പ്രിൻസിപ്പൽ ഐഡിയൽ എന്ന് നമ്മൾ പറയും. ഓക്കെ, നമുക്കതിൻ്റെ രണ്ട് എക്സാമ്പിൾ നോക്കാം. ദ ഫസ്റ്റ് വൺ, എവരി ഐഡിയൽ ഓഫ് സെഡ് ഈസ് ഓഫ് ദ ഫോം എൻ സെഡ് വിച്ച് ഈസ് ജനറേറ്റഡ് ബൈ എൻ. സോ എവരി ഐഡിയൽ ഓഫ് സെഡ് ഈസ് എ പ്രിൻസിപ്പൽ ഐഡിയൽ. ഓക്കെ, അതായത് നമ്മൾ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സിൻ്റെ കേസ് എടുത്ത് നോക്കുക. അപ്പോൾ നമുക്കറിയാം സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിലെ എല്ലാ ഐഡിയൽസിൻ്റെ ഫോം എന്ന് പറയുന്നത് സം എൻ സെഡ് ആണ്, അല്ലേ? നമ്മളത് ഡിസ്കസ് ചെയ്തതാണ്. സോ ഇപ്പോൾ നമ്മൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് തന്നെ കൺസിഡർ ചെയ്യാം. നോൺ സീറോ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ടു സെഡ് കൺസിഡർ ചെയ്യണം. ദാറ്റ് ഈസ് അവർ എൻ ഈക്വൽ ടു 2 എടുക്കുക. അപ്പോൾ 2 സെഡ് എന്ന് പറയുന്നത് എന്താണ്? 2, 4, 6, 8, 10 അങ്ങനെ പോകും, അല്ലേ? അപ്പം ആ എല്ലാ എലമെൻറ്റ്സിനും 2നെയും 4നെയും 6നും 8നും ഒക്കെ എന്ന് പറയുന്നത് നമുക്ക് 2 എന്ന എലമെൻറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ആ എല്ലാ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 2ൻ്റെ ഒരു മൾട്ടിപ്പിളാണ്, അല്ലേ? അതായത് അപ്പോൾ 2 സെഡ് എന്ന ആ സെറ്റിൻ്റെ അല്ലെങ്കിൽ 2 സെഡ് എന്ന ആ ഐഡിയലിൻ്റെ ജനറേറ്റർ എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, സോ ഇൻ ജനറലി
എവറി ഐഡിയൽ ഓഫ് സെറ്റ് ഈസ് ഓഫ് ദ ഫോം എൻ സെറ്റ് ആൻഡ് വിച്ച് ഈസ് ജനറേറ്റഡ് ബൈ എൻ. ഏതൊരു ഐഡിയൽ എൻ സെറ്റിൻ്റെയും ജനറേറ്റർ എന്ന് പറയുന്നത് എൻ ആയിരിക്കും. അപ്പോൾ ആ ഏതൊരു ഐഡിയൽ എൻ സെറ്റിനെയും നമുക്ക് എൻ എന്ന സിംഗിൾ എലമെൻറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എവരി ഐഡിയൽ ഓഫ് സെറ്റ് ഈസ് എ പ്രിൻസിപ്പൽ ഐഡിയൽ ആയിരിക്കും. സിമിലർലി ഇനി ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പോളിനോമിയൽ റിംഗ് എടുക്കുകയാണെങ്കിൽ ഇത് ഐഡിയൽ എക്സ്, ഈ ഐഡിയൽ എക്സ് കൊണ്ട് നമുക്ക് അതിലെ എല്ലാ എലമെൻറ്റ്സിനെയും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഐഡിയൽ എക്സ് എന്ന് പറയുന്നത് ഒരു പ്രിൻസിപ്പൽ ഐഡിയൽ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഒരു തിയറമാണുള്ളത്, തിയറം 27.24. അപ്പോൾ ബിഫോർ ദാറ്റ് വി നീഡ് സം കീ പോയിൻറ്റ്സ്. ഓക്കെ, കീ പോയിൻറ്റ്സ് ടു റീകോൾ സം ഡെഫിനിഷൻസ്. നമുക്ക് തിയറത്തിന് ആവശ്യമായ കുറച്ച് കീ പോയിൻറ്റ്സ് ആവശ്യമുണ്ട്. ആ കീ പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ തിയറത്തിൻ്റെ പ്രൂഫിലേക്ക് വരാം. ഓക്കെ, സോ കീ പോയിൻറ്റ്സ്. ഫസ്റ്റ് വൺ, ഇഫ് R is a commutative ring, and N is an ideal of R containing a unit, then R equal to N. നമ്മൾ ഈ റിസൾട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലായി പഠിച്ചതാണ്, ഇതിൻ്റെ പ്രൂഫ് എഴുതിയതാണ്. ഓക്കെ, അതായത് R ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിയാണ് ആൻഡ് ഈ ആറിൻ്റെ ഒരു ഐഡിയലാണ് N ആൻഡ് ദാറ്റ് ഐഡിയൽ N കണ്ടെയ്ൻസ് എ യൂണിറ്റ്. ഓക്കെ, R ഒരു കമ്മ്യൂട്ടേറ്റീവ് റിങ്ങും ആറിൻ്റെ ഒരു ഐഡിയലും സച്ച് ദാറ്റ് ആ N എന്ന് പറയുന്നത് ആറിൻ്റെ ഒരു യൂണിറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെങ്കിൽ then we can say that ring R equal to that ideal N. Okay, ഇതാണ് ഫസ്റ്റ് ഡെഫിനിഷൻ, ഫസ്റ്റ് റിസൾട്ട്. ദ സെക്കൻഡ് വൺ, if R is a commutative ring with unity and N is an ideal of R, then N equal to R if and only if N equal to the ideal U, where U is the unit. അതായത് R ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിയാണ്, N എന്ന് പറയുന്ന ഐഡിയലാണ് ആറിൻ്റെ. അങ്ങനെയാണെങ്കിൽ N ഈക്വൽ ടു R, ആ റിങ്ങും അതിൻ്റെ ഐഡിയലും ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ ഐഡിയൽ N ഈസ് ജനറേറ്റഡ് ബൈ എ യൂണിറ്റ് ഇൻ R. ആ ഐഡിയൽ എന്ന് പറയുന്നത് ആ ആറിലെ ഒരു യൂണിറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഒരു N ഇഫ് ആൻ ഐഡിയൽ ക്യാൻ ബി ജനറേറ്റഡ് ബൈ എ യൂണിറ്റ്, ഒരു യൂണിറ്റ് എലമെൻറ്റ് കൊണ്ട് ഒരു ഐഡിയലിനെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഐഡിയൽ N ഈക്വൽ ടു ദാറ്റ് കംപ്ലീറ്റ് റിംഗ് R. ഓക്കെ, ഇപ്പോൾ ഒരു ഐഡിയലും ഒരു റിങ്ങും ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ ഐഡിയലിനെ ആ ആറിലെ ഒരു യൂണിറ്റ് എലമെൻറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഡിവിഷൻ അൽഗോരിതം ഫോർ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. Let f of x comma g of x belongs to capital F of x such that f of x equal to a n x raised to n plus a n minus 1 x raised to n minus 1 plus etc plus a naught, and g of x equal to bm x raised to m plus bm minus 1 x raised to m minus 1 plus etc plus b naught with a n comma bm not equal to 0 and m greater than 0. Then there exists unique polynomials q of x and r of x in capital F of x such that f of x equal to g of x into q of x plus r of x, where either r of x equal to 0 or degree of r of x less than degree of g of x. ഇതാണ് ഡിവിഷൻ അൽഗോരിതം ഫോർ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അതായത് ഈ പോളിനോമിയൽ റിംഗ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൽ നിന്ന് നമ്മൾ രണ്ട് പോളിനോമിയൽസ് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ചൂസ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഡിവിഷൻ അൽഗോരിതം പറയുന്നത് there exist two unique polynomials q of x ഉം r of x ഉം. അങ്ങനെയാണെങ്കിൽ ഈ എഫ് ഓഫ് എക്സിനകത്ത് യൂണീക്കായ രണ്ട് പോളിനോമിയൽസ് q of x ഉം r of x ഉം എക്സിസ്റ്റ് ചെയ്യും such that this f of x can be written as g of x into q of x plus r of x. ഓക്കെ, ജനറലി നമ്മൾ ഈ q of xനെ കോഷ്യൻ്റ് ഫംഗ്ഷൻ എന്നും ഈ r of xനെ നമ്മൾ റിമൈൻഡർ ഫംഗ്ഷൻ എന്നാണ് പറയാറ്. ഓക്കെ, ഈ റിമൈൻഡർ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ റിമൈൻഡർ ഫംഗ്ഷൻ ആർ ഓഫ് എക്സ് ഈക്വൽ ടു എയ്തർ 0, ഒന്നെങ്കിൽ ഈ ആർ ഓഫ് എക്സ് 0 ആയിരിക്കും, അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ്. ഓക്കെ, ഈ ആർ ഓഫ് എക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ജി ഓഫ് എക്സിൻ്റെ ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. ഓക്കെ, ദിസ് ഈസ് എ ഡിവിഷൻ അൽഗോരിതം ഫോർ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ഇനി നമ്മൾ തിയറത്തിലേക്ക് വരാം. തിയറം 27.24. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇഫ് ക്യാപിറ്റൽ എഫ് ഈസ് എ ഫീൽഡ് then every ideal in capital F of x is principal. ഓക്കെ, അതായത് എഫ് ഒരു ഫീൽഡ് ആണെങ്കിൽ
ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന ഈ പോളിനോമിയൽ റിങ്ങിനകത്തെ എല്ലാ ഐഡിയൽസും പ്രിൻസിപ്പൽ ഐഡിയലാണ്. അതായത് എഫ് ഒരു ഫീൽഡ് ആണെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന പ്രിൻസിപ്പൽ എന്ന പോളിനോമിയൽ റിങ്ങിലെ എല്ലാ ഐഡിയൽസും നമുക്കൊരു സിംഗിൾ എലമെൻറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഐഡിയലിന് സിംഗിൾ എലമെൻറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ഐഡിയലിനെ നമ്മൾ പ്രിൻസിപ്പൽ ഐഡിയൽ എന്ന് പറയും, അല്ലേ? അപ്പോൾ എഫ് ഒരു ഫീൽഡാണെങ്കിൽ ഈ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനകത്തുള്ള എല്ലാ ഐഡിയൽസും പ്രിൻസിപ്പൽ ഐഡിയൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് പ്രൂഫിലേക്ക് വരാം. ഓക്കെ, ലെറ്റ് n be an ideal of capital F of x. അങ്ങനെയാണ് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഈ n എന്ന് പറഞ്ഞ ഒരു പ്രിൻസിപ്പൽ ഐഡിയൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഈ n ക്യാൻ ബി ജനറേറ്റഡ് ബൈ എ സിംഗിൾ എലമെൻറ്റ്. ഒരു സിംഗിൾ എലമെൻറ്റ് കൊണ്ട് n ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇഫ് n ഈക്വൽ ടു 0, if n ഈക്വൽ ടു 0 ആണെങ്കിൽ ദാറ്റ് ഇംപ്ലൈ ദിസ് n ക്യാൻ ബി ജനറേറ്റഡ് ബൈ 0, അല്ലേ? ഇപ്പോൾ n ഈക്വൽ ടു 0 ആണെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് n ക്യാൻ ബി ജനറേറ്റഡ് ബൈ എ സിംഗിൾ എലമെൻറ്റ് 0. 0 എന്ന സിംഗിൾ എലമെൻറ്റ് കൊണ്ട് n നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇംപ്ലൈസ് n ഈസ് എ പ്രിൻസിപ്പൽ ഐഡിയൽ, അല്ലേ? കാരണം എന്താണ്, ഒരു സിംഗിൾ എലമെൻറ്റ് 0 കൊണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റി. ഓക്കെ, നൗ വി സപ്പോസ് ദാറ്റ് n നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, നൗ വി സപ്പോസ് ദാറ്റ് n നോട്ട് ഈക്വൽ ടു 0 and let g of x be a non-zero element of n of minimal degree. ഇനി നമ്മൾ ഈ എന്നിൽ നിന്നും ഒരു നോൺ സീറോ എലമെൻറ്റിനെ ചൂസ് ചെയ്യാണ്, കോൾ g of x such that g of x is a function of minimal degree. ഈ എന്നിൽ നിന്നും ഒരു ഏറ്റവും മിനിമൽ ഡിഗ്രിയുള്ള ഒരു നോൺ സീറോ എലമെൻറ്റ് g of x ഞാൻ സെലക്ട് ചെയ്യാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ if degree of g of x equal to 0, ഇനി ഈ g of x ഡിഗ്രി ഈക്വൽ ടു 0 ആണെങ്കിൽ, if degree of g of x equal to 0, then this g of x equal to a c where c is a constant, അല്ലേ? ഒരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷൻ്റെ ഡിഗ്രി 0 ആണെങ്കിൽ ദാറ്റ് ഇംപ്ലീസ് ദാറ്റ് g of x equal to a constant. ഓക്കെ, ആൻഡ് നമ്മൾ ഈ g of x എവിടെ നിന്ന് സെലക്ട് ചെയ്തത്? g of x belongs to n ആണ്, അല്ലേ? ആൻഡ് ദിസ് n ഈസ് എൻ ഐഡിയൽ ഓഫ് ക്യാപിറ്റൽ എക്സ്, ദാറ്റ് ഈസ് ദിസ് n ഈസ് എ സബ്സെറ്റ് ഓഫ് f of x. അതുകൊണ്ട് g of x belongs to n ആണെങ്കിൽ ദാറ്റ് ഇംപ്ലീസ് g of x belongs to ക്യാപിറ്റൽ f ആണ്, അല്ലേ? കാരണം n ഈസ് എൻ ഐഡിയൽ ഓഫ് ദിസ് ക്യാപിറ്റൽ f of x ആണ്, അല്ലേ? ആൻഡ് എഫിൻ്റെ പ്രത്യേകത അറിയാം, എഫ് ഒരു ഫീൽഡാണ്, അല്ലേ? അപ്പോൾ നമുക്കറിയാം, ബൈ ദ ഡെഫിനിഷൻ ഓഫ് എ ഫീൽഡ് എവറി നോൺ സീറോ എലമെൻറ്റ് ഓഫ് എ ഫീൽഡ് ഈസ് എ യൂണിറ്റ്. ഒരു ഫീൽഡിലെ ഏതൊരു നോൺ സീറോ എലമെൻറ്റ് എടുക്കുകയാണെങ്കിലും ആ നോൺ സീറോ എലമെൻ്റ് ഒക്കെ എന്ന് പറയുന്നത് യൂണിറ്റ്സ് ആയിരിക്കും. സോ g of x belongs to f implies this g of x is a unit. Okay, now നമ്മൾ ഈ g of x എവിടെ നിന്നാണ് സെലക്ട് ചെയ്തത്? g of x belongs to n ആണ്, അല്ലേ? ദാറ്റ് ഈസ് ദിസ് n ഈസ് എൻ ഐഡിയൽ വിച്ച് കണ്ടെയ്ൻസ് എ യൂണിറ്റ്. g of x എന്നത് ഒരു യൂണിറ്റ് ആണ്. ദാറ്റ് മീൻസ് it is an ideal of capital F of x containing a unit. ഒരു യൂണിറ്റിനെ യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്, ഈ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിലെ ഒരു യൂണിറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൻ്റെ ഒരു ഐഡിയലാണ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ഇനി ചെയ്യുന്നത് നമ്മൾ ആ കീ പോയിൻറ്റ്സിൽ ആദ്യം പറഞ്ഞ റിസൾട്ട് ഉപയോഗിക്കുകയാണ്. ദാറ്റ് ഈസ് എന്തായിരുന്നു റിസൾട്ട്? ഇഫ് ആർ ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആൻഡ് എൻ ഈസ് എൻ ഐഡിയൽ ഓഫ് ആർ കണ്ടെയ്നിങ് എ യൂണിറ്റ് ദെൻ ആർ ഈക്വൽ ടു എ. ഇവിടെ എൻ എന്ന് പറയുന്നത് ഒരു യൂണിറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൻ്റെ ഒരു ഐഡിയലാണ്. വിച്ച് ഇംപ്ലീസ് ബൈ ദിസ് റിസൾട്ട് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് എൻ ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. Now we use our second result. That is, if R is a commutative ring with a unity and n is an ideal of R, then n equal to R if and only if n equal to the ideal U. അതായത് ഒരു റിങ്ങും അതിൻ്റെ ഐഡിയലും ഈക്വൽ ആണെങ്കിൽ ദാറ്റ് ഇംപ്ലീസ് ദാറ്റ് ഐഡിയൽ n ക്യാൻ ബി ജനറേറ്റഡ് ബൈ എ യൂണിറ്റ് ഇൻ R. അത് ആറിലെ ഒരു യൂണിറ്റ് കൊണ്ട് ആ എന്നിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. വിച്ച് ഇംപ്ലീസ് n ഈക്വൽ ടു യൂണിറ്റി എന്ന് പറയുന്നത് g of x.
അല്ലെങ്കിൽ ജി ഓഫ് എക്സിന് പകരം നമുക്ക് ജി ഓഫ് എക്സ് ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺസ്റ്റൻറ്റും ആണ് യൂണിറ്റും ആണ്. അതുകൊണ്ട് ജി ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇവിടെ വരെ എല്ലാം മതി. n ഈക്വൽ ടു ദ ഐഡിയൽ ജി ഓഫ് എക്സ്. അതായത് n ഈക്വൽ ടു ഐഡിയൽ ജി ഓഫ് എക്സ് മീൻസ് എന്താണ്? ദിസ് ഐഡിയൽ n ക്യാൻ ബി ജനറേറ്റഡ് ബൈ ദിസ് എലമെൻറ്റ് ജി ഓഫ് എക്സ്, വിച്ച് ഇംപ്ലൈസ് n is a principal ideal. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മളെടുത്തത് ഇറ്റ്സ് ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ n ഈസ് എ പ്രിൻസിപ്പൽ ഐഡിയൽ എന്ന് എഴുതി. ഓക്കെ, ആൻഡ് നൗ വി സപ്പോസ് ദാറ്റ് ദ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെന്ന് സപ്പോസ് ചെയ്യുന്നു. ഓക്കെ, ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണെന്ന് നമ്മൾ സപ്പോസ് ചെയ്യുന്നു. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെന്ന് സപ്പോസ് ചെയ്യുന്നു. ആൻഡ് ലെറ്റ് സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു എൻ. ഞാൻ അങ്ങനെയാണെങ്കിൽ ഈ ഐഡിയയിൽ നിന്ന് മറ്റൊരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിനെ ചൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ക്യാപിറ്റൽ എന്നിൽ നിന്നും ഒരു ഫംഗ്ഷൻ ജി ഓഫ് എക്സിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇപ്പം ഞാൻ മറ്റൊരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിനെ ചൂസ് ചെയ്തു. നോ വി അപ്ലൈ ദ ഡിവിഷൻ അൽഗോരിതം ഫോർ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. എന്താണ് ഡിവിഷൻ അൽഗോരിതം പറഞ്ഞത്? ഈ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൽ നിന്നും എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സ് വന്ന രണ്ട് പോളിനോമിയൽ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ then there exists a unique polynomials q of x and r of x such that f of x equal to g of x into q of x plus r of x, where either r of x equal to 0 or degree of r of x less than degree of g of x ആയിരിക്കും. So ഈ f of x g of x belongs to n ആണ്, and this n is a subset of f of x ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ f of x ഉം g of x ഉം belongs to capital F of x ആണ്. Then by division algorithm there exists q of x and r of x such that f of x equal to g of x into q of x plus r of x. ഓക്കെ, അപ്പോൾ ഈ ആർ ഓഫ് എക്സിൻ്റെ പ്രത്യേകത എന്താണ്? ഏത് ആർ ഓഫ് എക്സ് ഈക്വൽ ടു 0 ഒന്നെങ്കിൽ ആർ ഓഫ് എക്സ് 0 ആയിരിക്കും, ഓർ ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് ലെസ് ദാൻ ഡിഗ്രി ഓഫ് g of x. Okay, this is very important. Okay, now we have f of x comma g of x belongs to n. അല്ലേ, f of x ഉം g of x ഉം നമ്മൾ എന്നിൽ നിന്നാണ് സെലക്ട് ചെയ്തത്. ആൻഡ് ദിസ് q of x belongs to capital F of x. അല്ലേ, ഒന്നുകൂടി എഴുതാം. എഫ് ഓഫ് എക്സ് കോമ ജി ഓഫ് എക്സ് ബിലോങ്സ് ടു എൻ ആണ്, ആൻഡ് ക്യൂ ഓഫ് എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണ്. അല്ലേ, ആൻഡ് ദിസ് എൻ ഈസ് ആൻ ഐഡിയൽ ഓഫ് എഫ് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ ദെൻ ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് ദിസ് ഓൾസോ ബിലോങ്സ് ടു ക്യാപിറ്റൽ. അല്ലേ, ബൈ ദ ഡെഫിനിഷൻ ഓഫ് ഐഡിയൽ. ഈ n ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൻ്റെ ഐഡിയലാണ്. അങ്ങനെയാണെങ്കിൽ ഐഡിയലിൻ്റെ ഡെഫിനിഷൻ പ്രകാരം നമ്മൾ ഈ എന്നിൽ നിന്ന് ഏതൊരു എലമെൻറ്റ് ജി ഓഫ് എക്സിനെ സെലക്ട് ചെയ്താലും ഈ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൽ നിന്ന് ഏതൊരു എലമെൻറ്റ് ക്യൂ ഓഫ് എക്സിനെ നമ്മൾ സെലക്ട് ചെയ്താലും ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എഗെയിൻ ബിലോങ്സ് ടു n ആയിരിക്കും. കാരണം n ഈസ് എൻ ഐഡിയലാണ്. ഓക്കെ, ആൻഡ് ഓൾസോ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു n ആണ്. അപ്പോൾ ക്യൂ ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് ബിലോങ്സ് ടു n ആണ്. അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു n ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് എലമെൻറ്റിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്നിനകത്തുണ്ടാവും, കാരണം n ഒരു ഐഡിയലാണ്. ദിസ് ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് ഓൾസോ ബിലോങ്സ് ടു ക്യാപിറ്റൽ n ആണ്. Now what is our f of x minus g of x into q of x? ഇത് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നോക്കുക. What is our f of x? f of x equal to g of x into q of x plus r of x. From this, what is f of x minus g of x into q of x? f of x minus g of x into q of x equal to r of x ആണ്. അല്ലേ, so which implies this is equal to r of x. r of x belongs to
നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ റിമൈൻഡർ ഫംഗ്ഷൻ ആർ ഓഫ് എക്സ് ബിലോങ്സ് ടു എൻ എന്ന്. എന്താണ് ഈ ആർ ഓഫ് എക്സിൻ്റെ പ്രത്യേകത എന്താണ്? ഒന്നുകിൽ ആർ ഓഫ് എക്സ് ഈക്വൽ ടു 0 ആയിരിക്കും. എയ്തർ ആർ ഓഫ് എക്സ് ഈക്വൽ ടു 0 ഓർ ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് ലെസ് ദാൻ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ്. ഓക്കെ, പക്ഷേ നമ്മൾ ചൂസ് ചെയ്ത ജി ഓഫ് എക്സിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് we choose a g of x is not 0 and also it is a function of minimal degree. ഈ എന്നിലുള്ള ഏറ്റവും മിനിമൽ ഡിഗ്രി ഉള്ള പോളിനോമിയലായിട്ട് ജി ഓഫ് എക്സിനെ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. പക്ഷെ നമുക്കിവിടെ കിട്ടി ഈ ആർ ഓഫ് എക്സും എന്നിനകത്താണ്. കൂടാതെ ആർ ഓഫ് എക്സ് ഒന്നെങ്കിൽ 0 ആവാം, അല്ലെങ്കിൽ ജി ഓഫ് എക്സിനേക്കാൾ കുറവ് ഡിഗ്രി ആയിരിക്കും ആർ ഓഫ് എക്സിന് ഉണ്ടാവുക. പക്ഷെ അതൊരിക്കലും പോസിബിൾ അല്ല, അല്ലേ? ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് ലെസ് ദാൻ ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ്, ഇത് ഒരിക്കലും പോസിബിൾ അല്ല. കാരണം എന്താണ്? ഈ ജി ഓഫ് എക്സിനെ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് എന്നിലെ മിനിമൽ ഡിഗ്രിയുള്ള പോളിനോമിയലായിട്ടാണ്. അതുകൊണ്ട് തന്നെ ദിസ് ഈസ് നോട്ട് പോസിബിൾ. പിന്നെ ആകെ ഒരു കണ്ടീഷനേ ഉള്ളൂ, ആർ ഓഫ് എക്സ് ഈക്വൽ ടു 0 ആവുക. ആൻഡ് ഇഫ് ആർ ഓഫ് എക്സ് ഈക്വൽ ടു 0 ദെൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ് ഇംപ്ലൈസ് ഈ എഫ് ഓഫ് എക്സ് എന്തായി മാറും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ്. ഈ ആർ ഓഫ് എക്സ് 0 ആയിട്ട് മാറും. ഓക്കെ, ആൻഡ് ദിസ് എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു എൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എനി എലമെൻറ്റ് ഓഫ് എൻ ക്യാൻ ബി ജനറേറ്റഡ് ബൈ ദിസ് ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ക്യൂ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ് ഇംപ്ലീസ് എനി എലമെൻറ്റ് ഓഫ് എൻ ക്യാൻ ബി ജനറേറ്റഡ് ബൈ ദ എലമെൻറ്റ് ജി ഓഫ് എക്സ്. അല്ലേ, നമ്മൾ എന്നിൽ നിന്ന് റാൻഡംലി ചൂസ് ചെയ്ത ഒരു എലമെൻറ്റാണ് എഫ് ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് ഫൈനലി നമുക്ക് കിട്ടിയ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഇൻറ്റു ക്യൂ ഓഫ് എക്സ്. ദാറ്റ് മീൻസ് എനി എലമെൻറ്റ് ഓഫ് എൻ ക്യാൻ ബി ജനറേറ്റഡ് ബൈ ജി ഓഫ് എക്സ്. ദാറ്റ് ഇംപ്ലീസ് എൻ ഈക്വൽ ടു ദ ഐഡിയൽ generated by g of x, which implies n can be generated by this g of x, which means n is a principal ideal. Okay, അപ്പോൾ നമ്മൾ എന്താ പ്രൂവ് ചെയ്തത്? ഇഫ് ക്യാപിറ്റൽ എഫ് ഈസ് എ ഫീൽഡ് ദെൻ എവറി ഐഡിയൽ ഇൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഈസ് പ്രിൻസിപ്പിൾ. നമുക്ക് ഒന്നുകൂടി പറയാം. ആദ്യം ഞാനൊരു n ഈ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൻ്റെ ഒരു ഐഡിയലായി ചൂസ് ചെയ്തു. If n equal to 0 ആണെങ്കിൽ then n can be generated by a single element 0, which implies n is a principal. And if not equal to 0 and g of x be a non-zero element of n of minimal degree and degree of g of x equal to 0 ആണെങ്കിൽ g of x ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. g of x belongs to f ആയതുകൊണ്ട് g of x ഒരു യൂണിറ്റ് ആയിരിക്കും. That means n is an ideal of capital F of x containing a unit. That implies n is equal to f of x. N equal to f of x implies this n can be generated by a unit g of x, which implies n is a principal ideal. And if degree of g of x greater than or equal to 1, then I choose another function f of x belongs to capital N. Then by division I will get there exists two functions q of x and r of x such that f of x equal to g of x into q of x plus r of x, where either r of x equal to 0 or degree of r of x less than degree of g of x. Okay. Now we have f of x comma g of x belongs to L and q of x belongs to capital F of x. Then by definition of ideal, this g of x into q of x belongs to N and f of x belongs to N. Then their difference also belongs to N, that is r of x belongs to N, but such that this r of x is either 0 or degree of r of x less than degree of g of x. But this condition is not possible because this g of x is a polynomial of least degree, so we get r of x equal to 0. If r of x equal to 0, then f of x become f of x equal to g of x into q of x. That implies any element of n can be generated by this g of x, which implies n equal to the ideal g of x, which implies n is a principal ideal. That is, if capital F is a field, then every ideal in capital F of x is a principal ideal. Okay.